Hello? Hello? Yes, sir. Yes, sir, we can hear you. Because I'm having issues with my laptop internet connectivity. All teachers are requested to log in via your official mail ID. Well, sir. Good morning, Principal Sir. Good morning. Good morning. Good morning, sir. Good morning. Good morning. Good morning, sir. Good morning. Good morning. Good morning, sir. Good morning, sir. Good morning, morning, sir. sir. Good morning, sir. Good morning, sir. Good morning, sir. Good Good morning, morning, sir. sir. Good morning, sir. Morning. Good morning, sir. Morning. Good morning. Good morning, sir. Good morning, sir.
Good morning, sir. Good morning, sir. Good morning, sir. Good morning. Morning, sir. ഓണൊക്കെ വെച്ച് അതും പോയത്
Respected sharp 10 in the morning, and I seek your permission to start the meeting. Sir, Mohan sir, Yes, sir. what about the number of participants? We have already crossed 100 in the group, actually, the room, and we have also started the live streaming. That is what I believe. So we should be very short. So let us start Yes. the program. Yes. Yeah, live streaming is on. Live streaming is on. I request all other participants in the meeting to turn off your microphone. We are starting the meeting, and I also request the technical team behind the back end to start record the meeting. നമസ്കാരം. ഏറെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ, ചടങ്ങിന്റെ അധ്യക്ഷനുമായ ഡോക്ടർ കെ എം ഫ്രാൻസിസ്, മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്ന കോളേജ് പ്രൊഫസറും ശ്രേഷ്ഠ വൈദികനുമായ റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് നടുതലേച്ചൻ, കോളേജിന്റെ വിവിധ വകുപ്പ് അധ്യക്ഷന്മാരെ, സഹപ്രവർത്തകരായ ബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യ ആകർഷണങ്ങളായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അവരെ എന്നേക്കുമായി മദർ തെരേസ കോളേജ് എന്ന നന്മയുടെ ഭാഗമാക്കി തീർക്കുക എന്ന ഉന്നതവും ഉചിതവുമായ തീരുമാനമെടുത്ത ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ജന്മദിനം, ആദ്യാക്ഷരം കുറിച്ച ദിവസം, ആദ്യമായി ഒരുരുള ചോറിന്റെ രുചി അറിഞ്ഞ ദിനം, സ്കൂളിലെ മഴയൊക്കെ നനഞ്ഞ് ഇതുപോലെ ഒരു മഴക്കാലത്ത് ആദ്യമായി സ്കൂളിലേക്ക് ഓടിക്കേറിയ ദിവസം, ഇങ്ങനെ നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരുടെ ഇതുവരെയുള്ള ജീവിത ചൈത്രയാത്രയിൽ ഒരുപിടി അവിസ്മരണീയങ്ങളായ ആദ്യ ചുവടുവയ്പ്പുകളുണ്ടായി. അത്തരം ആദ്യ ചുവടുവയ്പ്പുകളുടെ ഓർമ്മ പുസ്തകത്തിലേക്ക് തുന്നിച്ചേർക്കാൻ പോകുന്ന മറ്റൊരു നല്ല തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങ്. ഒരു കൈകളോടുകൂടി ദൃഢചിത്തയായി സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും സാഹോദര്യത്തിന്റെയും എല്ലാം മഹനീയ സന്ദേശം ലോകത്തിൽ പ്രകാശിപ്പിച്ച മനുഷ്യ ജന്മം പൂണ്ട മാലാഖയായ വിശുദ്ധ മദർ തെരേസാമ്മയുടെ നാമധേയത്തിലുള്ള ഈ കലാലയം കെട്ടിലും മട്ടിലും മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും അന്തസത്തയിലുമെല്ലാം അതേ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക തന്നെയാണ്. ഇതിന്റെ മാത്രമല്ല, ആദർശ ശുദ്ധിയുടെയും മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും എല്ലാം അളവറ്റ അനുഭവങ്ങളാണ് ഈ കലാലയത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കലാലയങ്ങളും സർവകലാശാലകളും ക്ലാസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പോലും സ്വന്തമായൊരു കേന്ദ്രീകൃത സമ്പ്രദായം അവലംബിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്തുവെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ചയിൽ സെമസ്റ്ററുകൾ അവസാനിപ്പിച്ച് അതേ കേന്ദ്രീകൃത സമ്പ്രദായത്തിലൂടെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ വരെ നടത്തി കേരള യൂണിവേഴ്സിറ്റിയിൽ എന്നല്ല, കേരളത്തിലെ തന്നെ കലാലയങ്ങൾക്ക് മാതൃകയാകാൻ സാധിച്ചു എന്നത് ഞങ്ങളുടെ മാത്രം നേട്ടമായി ഇവിടെ അവകാശവാദമായി ഉന്നയിക്കുകയൊന്നുമല്ല, മറിച്ച് മദർ തെരേസ കോളേജിലെ കുട്ടികളും വിദ്യാഭ്യാസ സമ്പ്രദായവും അതിന്റെ മാതൃസ്ഥാപനമായ മാരിവാനിയോസ് കോളേജിലെ ഇതുപോലെ തന്നെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലായാലും ഒന്നാം നിരയിൽ തന്നെ ഉണ്ടാകും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മദർ തെരേസ കുടുംബത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ഈ മഹനീയ ചടങ്ങിന് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ മൈക്രോഫോൺ ഓഫ് ചെയ്ത് ആദ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. മൗന പ്രാർത്ഥനയാണ്. നമുക്കൊരു 10 നിമിഷം മൗനം ആചരിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നിശബ്ദ പ്രാർത്ഥന മൗനമായി. Thank you one and all. Thank you so much. Sir, sorry sir. Adra S. Nayak present ചെയ്യുന്നുണ്ട്. Please presentation off ചെയ്യാൻ പറയാം. Adra S. Nayak. Okay, thank you. We are continuing. പകരം വെക്കാനാകാത്ത മാതൃകകൾ കൊണ്ട് സമ്പുഷ്ടമായ കലാലയ ഭൂമിയാണ് മദർ തെരേസ കോളേജ്. ഇവിടുത്തെ
ക്ലാസ് മുറികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ മാത്രമല്ല പാഠങ്ങൾ പഠിക്കാനുള്ളത്. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിൽ നിന്നും മഹനീയമായ ജീവിത ദർശനങ്ങൾ നിങ്ങൾക്ക് ഒപ്പിയെടുക്കാനാകും. അത്തരത്തിൽ മഹനീയമായ ജീവിത ദർശനങ്ങൾ വാക്കുകളിൽ മാത്രമല്ല സ്വന്തം പ്രവൃത്തിയിലും കാഴ്ചവെക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് കോളേജിന്റെ ബർസർ റവറന്റ് ഫാദർ ഡോക്ടർ വർഗീസ് നടുതല അച്ഛൻ. അച്ഛൻ ഇന്നീ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വിശ്വാസത്തിൽ ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി Achan has not been able to join. Dr. Francis will be. So Achan called. All right. ഏതൊരു പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനുമെല്ലാം അതിന്റെ വിജയക്കുതിപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു സാരഥ്യം അനിവാര്യമാണ്. മുന്നോട്ടേക്ക് മാത്രം തേര് തെളിക്കാൻ അറിയാവുന്ന ക്രാന്തദർശിയായ ഒരു തേരാളി, ശരിയിലൂടെ മാത്രം സഹജീവികളെ വഴിതെളിക്കുന്ന ഒരു നല്ല ഇടയൻ. മദർ തെരേസ കുടുംബത്തിന്റെ ഊർജവും കരുത്തും നേട്ടങ്ങളും അതിന്റെ എല്ലാം കാരണക്കാരനായി നിൽക്കുന്ന ഒരു സാരഥ്യമുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സർ. മാരിവാനീസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഫ്രാൻസിസ് സാറിന്റെ നേതൃപാടവത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കുതിക്കുന്നത്. ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറാണ്. ഏറെ ആദരവോടുകൂടി മദർ തെരേസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനും കുട്ടികളെ സ്വാഗതം ആശംസിക്കുന്നതിനും കൂടി വേണ്ടി ക്ഷണിക്കുന്നു സർ. ഫ്രാൻസിസ് സാറും ലെഫ്റ്റ് ആയതാ തോന്നുന്നത്. We have to wait for the principal, I think. സാറിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം. സാറിന്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. Francis sir is online. He's online. Francis sir is unable to enter. Just a minute. We can wait for him, sir. എല്ലാ പാർട്ടിസിപ്പൻസും ദേവീത പ്രിൻസിപ്പലിന് വേണ്ടി ഒന്ന് കാത്തു നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് എല്ലാവരും നേരിടുന്നതാണ് അറിയാം. നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം 100 കവിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ റൂം ഫിൽ ആയിട്ടുണ്ട്. ബാക്കി യൂട്യൂബ് സ്ട്രീമിംഗിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പല് ഇന്റർനെറ്റ് ബ്രേക്കായി കട്ടായി പോയിട്ടുള്ളതാകാം. അപ്പൊ അദ്ദേഹം തിരിച്ച് ജോയിൻ ചെയ്തത് വരെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തു നിൽക്കണം എന്നൊക്കെ.
സാറേ, ഈ 100 പേര് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രിൻസിപ്പലിന് ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം 100 ആയി കഴിഞ്ഞു പാർട്ടിസിപ്പൻസ് നമ്പർ. സോ കുറച്ച് പേര് ആരെങ്കിലും മാറിക്കൊടുത്താലേ കയറാൻ പറ്റത്തുള്ളൂ. Can you hear me, sir? Requesting a few teachers to please log out and join in via YouTube because the principal is unable to join because of the technical limitations. Students are requested to join in via the YouTube link. The principal needs to address the meeting, so he needs to join in. So students, please join in via the YouTube link that has been sent to you. പ്രിൻസിപ്പൽ സാർ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ മീറ്റിംഗ് എത്രത്തോളം വിജയകരമാണെന്നുള്ളതിന്റെ തെളിവാണിത്. കാരണം നമ്മുടെ അധ്യാപകർക്ക് പോലും ഇരിക്കാൻ ഇടമില്ലാത്ത തരത്തിൽ തിരക്കുള്ള ഒരു മീറ്റിംഗ് ആയത് മാറിയിട്ടുണ്ട്. നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് സാറിന്റെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക്. Sir, kindly unmute your microphone, sir. Francis, sir. Can you hear me? Yes, sir. Yes. Yes. പ്രിയ ബഹുമാനപ്പെട്ട കോളേജ് ബർസർ ഡോക്ടർ വർഗീസ് മുതലേച്ചർ, ബഹുമാനപ്പെട്ട ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്നേഹം നിറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ആദരണീയരായ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങിലേക്ക് കടന്നു വന്ന് എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കോളേജിന്റെ ആദരവ് അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ വിനയത്തോടുകൂടി മദർ തെരേസ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി മദർ തെരേസ കോളേജ് തിരഞ്ഞെടുത്ത കുട്ടികളെയും മാതാപിതാക്കളെയും കോളേജിന്റെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ കോളേജിനെ പരിചയപ്പെടാനോ കോളേജിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനോ സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖം ഞങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കോളേജിനെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോളേജിന്റെ ഭാഗമായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോളേജിന്റെ ഒരു പ്രൊഫൈൽ അറിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം അവകാശമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
കോളേജിന്റെ ഒരു പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തോളം വളർന്നു നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നാം എല്ലാം മനസ്സിലാക്കുന്ന തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ്. മാർ ഇവാനിയോസ് കോളേജിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് മദർ തെരേസ കോളേജ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ 2014 തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ സ്ഥാപിതമായ മദർ തെരേസ കോളേജ് കേരള സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ അധിപൻ, മലങ്കര കത്തോലിക്ക സഭയുടെ അധിപൻ അഭിവന്യ മോറാൻമാർ ബസേലിയോസ് ക്ലീമിസ് കർദിനാൾ പിതാവാണ്. കോളേജിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പോലീത്ത കോളേജിന്റെ വളർച്ചയിൽ ഇപ്പോഴും ഞങ്ങളെ ഒത്തിരി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിന്റെ സ്ഥാപനത്തിൽ എന്നും നമ്മൾ ഓർക്കുന്ന ഒരു പേരാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് ഉഴുന്നല്ലൂർ കോർ എപ്പിസ്കോപ്പ് അച്ഛൻ. 2 മാസം മുന്നേ അച്ഛൻ ഈ ലോകത്തോട് വിട പറയുന്നത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. കോളേജിന്റെ താങ്ങും തണലുമായി നിന്ന് അച്ഛന്റെ വേർപാട് എന്നും ഞങ്ങൾക്കൊരു ദുഃഖമാണ്. അച്ഛന്റെ എല്ലാ നന്മകളും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ഓർക്കുന്നു. ഇപ്പോൾ പാറശാല രൂപതയുടെ ഭാഗമായി നിലകൊള്ളുന്ന മദർ തെരേസ കോളേജിന്റെ രക്ഷാധികാരി ഡോക്ടർ തോമസ് യൗസേബിയസ് പിതാവാണ്. കോളേജിന്റെ ബർസാർ ഡോക്ടർ വർഗീസ് നടുതല അച്ഛനുമാണ്. ഇന്നത്തെ ഈ ചടങ്ങിനെ സംബന്ധിച്ച ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോളേജിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു മാറ്റവുമില്ലാതെ നടക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നത്തെ. അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിൽ അർത്ഥത്തിൽ നമ്മൾക്ക് ഈ വർഷം നടപ്പാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അതിന് ഒരു സൂചനയാണ് ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. ഈ ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി ക്ലാസ് തുടങ്ങണം എന്ന് പറയുന്ന ഡേറ്റിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം മാതാപിതാക്കളെയും കുട്ടികളെയെല്ലാം വിളിച്ചു വരുത്തി വളരെ പൊലിമയോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. പക്ഷെ ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കതിന് സാധ്യമാകുന്നില്ല. എങ്കിൽ പോലും ഞാൻ വാക്ക് തരികയാണ്, കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അതിന്റെ കൃത്യതയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അതേ പൊലിമയോടുകൂടി തന്നെ നമ്മൾ ഈ ചടങ്ങ് ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തുന്നതാണ്. എങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ നമ്മൾ 2 ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഹലോ Sir, you're audible. You may continue, sir. Please. Yes. ഈ വർഷത്തെ നമ്മൾ സാധാരണ നടത്തി വരാറുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം 2 ഭാഗമാണുള്ളത്. നമ്മളൊരു പ്രയർ സെഷൻ, അതോടൊപ്പം തന്നെ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സമൂഹത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഒരു ഓറിയന്റേഷൻ, ദാറ്റ് ഈസ് ഫോർ ബോത്ത് പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ
വർത്തമാന കാലത്തില് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ വലിയ മൂല്യങ്ങൾ ഒന്നുകിൽ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുക, അതല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളെ മാർ ഇവാനിയോസ് കോളേജിന്റെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി കടന്നു വന്ന് വലിയൊരു പ്രചോദനം മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഈ പ്രമുഖ വ്യക്തികൾ നൽകാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. ഇന്നും ഈ വ്യക്തിത്വങ്ങൾ കോളേജിന്റെ ഒരു വലിയ ബലമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. മുൻ DGPമാരായ ഡോക്ടർ ജേക്കബ് സുന്നൂസ് IPS, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ K. ജയകുമാർ IAS, അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ വലിയ വ്യക്തിത്വങ്ങളായ മുൻ VCമാർ, കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്, അതുപോലെ തന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ VC ഡോക്ടർ B. അശോക്, ഇവരെല്ലാം തന്നെ ഇങ്ങനെ കോളേജിന് വളരെ വലിയ സംഭാവന നൽകി വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഒരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്ന കോളേജിന് നമ്മൾക്ക് ഇപ്പോഴും ലഭിക്കുന്നു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് നഷ്ടപ്പെടാതെ, ഇതിന്റെ ഒരു തുടർച്ച നഷ്ടപ്പെടാതെ ഈ വർഷം കാര്യങ്ങൾ എപ്പോൾ അനുകൂലമാകുന്നു നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി അതിന്റെ ഗൗരവത്തിൽ തന്നെ പേരൻസിനെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും വിളിച്ചു വരുത്തി നടത്തുന്നതും ആയിരിക്കും. കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പ്രൊഫൈൽ കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കോളേജിനെ കൂടുതൽ അറിയാൻ പല പല ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മുൻകൂട്ടി പേരൻസും മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ സ്റ്റുഡൻസും മനസ്സിലാക്കുന്നു കോളേജിന്റെ ഒരു പ്രൊഫൈൽ, അതുപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം. പക്ഷെ ഈ വർഷം നമ്മളെ സംബന്ധിച്ച് അതിന് സാധ്യമായില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഈ കുട്ടികളെ എല്ലാം നേരിൽ കാണാൻ പോലും എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് എൻ്റെ സർവീസിൽ ആദ്യമായിട്ടുള്ള ഒരവസ്ഥയാണ്. അത് കാരണം നമ്മൾക്കെല്ലാം അറിയാം. കാരണം കോവിഡിന്റെ പ്രോട്ടോകോൾ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പേരൻസിനെയും സ്റ്റുഡൻസിനെയും എല്ലാം സംബന്ധിച്ചിടത്തോളം അറിയാം, വളരെ ഒരു പെർഫെക്ഷനിൽ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ഈ വർഷം നടത്താൻ സാധിച്ചു. പക്ഷെ പരസ്പരം നമുക്ക് കാണാനോ അതല്ല എന്നുണ്ടെങ്കിൽ പരിചയപ്പെടാനോ സാധിച്ചില്ല എന്നുള്ള ഒരു നഷ്ടബോധം നമ്മൾക്കുണ്ട്. എങ്കിൽ പോലും നമ്മൾ അതിന്റെ ഒരു മറുവശം ചിന്തിക്കുമ്പോഴത്തേക്ക്, ആരോഗ്യപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോളേജിന് ഒത്തിരി സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിൽ നമ്മൾ വളരെ മതിപ്പോട് കാണുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളുടെ അധ്യാപകരാണ്. കോളേജിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സ്റ്റേറ്റസ് നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഏകദേശം 1000-ഓളം കുട്ടികൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ 7 UG കോഴ്സുകളിലായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമുക്കുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, മലയാളം മാസ് കമ്മ്യൂണിക്കേഷൻ, ഇക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ UG കോഴ്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 7 കോഴ്സുകളുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ കോളേജിൽ ഈ വർഷത്തെ നമ്മുടെ കോളേജിന്റെ ഒരു വളർച്ചയുടെ അടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ വർഷം നമുക്കൊരു പുതിയ കോഴ്സ് MA ഇംഗ്ലീഷ് നമുക്ക് ലഭിച്ചു. അതൊരു കോഴ്സ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണേണ്ടത്, കോളേജിന്റെ വളർച്ചയുടെ അടുത്ത ഒരു തലം ആയിട്ടാണ് നമ്മൾ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അടുത്ത ഒരു ഗ്രേഡിലേക്ക് കോളേജിൽ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊരു പൊതുസമൂഹം കോളേജിനെ അംഗീകരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കോളേജിന്റെ വളർച്ച മനസ്സിലാക്കി അതിന് അംഗീകാരം നൽകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏകദേശം 55 സ്റ്റാഫ് മെമ്പേഴ്സ് ആണ് കോളേജിൽ ഇപ്പോഴുള്ളത്.
ഇതിനകത്ത് 40 ടീച്ചിങ് ഫാക്കൽറ്റിയും ബാക്കിയുള്ള 15 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുമാണ് നമ്മൾക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ. അതിനകത്ത് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി, ഞാൻ മാത്രമല്ല സഭയുടെ മേലധ്യക്ഷന്മാരും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു കോളേജിനും അവകാശപ്പെടാൻ ഒക്കാത്ത രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ കോളേജിനുണ്ട്, ഒരു റിസോഴ്സ് കോളേജിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 40 ഫാക്കൽറ്റി മെമ്പേഴ്സിൽ ഏതാണ്ട് 75% എന്ന് പറയുന്നത് വിവിധ കോളേജുകൾ, അതായത് എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിൽ നിന്നും റിട്ടയർ ചെയ്ത, അതുപോലെ തന്നെ ഈ മറ്റു ടീച്ചേഴ്സ് വളരെ പ്രഗത്ഭരായിട്ടുള്ള PhD, അതുപോലെ ഇപ്പൊ എല്ലാവരുടെയും ഒരു യോഗ്യത പറയാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കത് അവതരിപ്പിക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഒന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരെ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റിട്ടയർ ചെയ്ത 3 പ്രിൻസിപ്പൽസ് ആണ് ഈ ടീച്ചിങ് സ്റ്റാഫിൽ വരുന്നത്. 3 പ്രിൻസിപ്പൽസ് ഇൻക്ലൂഡിങ് ഗവൺമെന്റ് കോളേജ്. അതുപോലെ തന്നെ 12 വ്യത്യസ്തങ്ങളായ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്. അവര് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് മറ്റു കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇവിടെ വന്നതാണ്. ആ ഒരു തലത്തില് നമ്മൾ കോളേജിനെ കാണുമ്പോൾ ഇറ്റ് ഈസ് എ റിയൽ സ്ട്രെങ്ത്. കാരണം ഇപ്പം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എയ്ഡഡ് കോളേജിന് പോലും ഗവൺമെന്റിലോ അതല്ല എന്നുണ്ടെങ്കിൽ എയ്ഡഡ് കോളേജുകളിലോ അവകാശപ്പെടാൻ ഒക്കാത്ത ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അനുഭവ സമ്പത്തുള്ള അധ്യാപകരാണ് കോളേജില്, നമ്മുടെ കോളേജിലുള്ളത്. ഏത് കോളേജിലൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴേ വളരെ ചുരുക്കം, വളരെ വളരെ വിരളെണ്ണാനുള്ള സീനിയർ അധ്യാപകർ മാത്രമേ ഉള്ളൂ. 2 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ പുതിയ ജനറേഷനാണ് കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ കോളേജിനെ സംബന്ധിച്ച ഒരു സമ്പത്ത് തന്നെയാണ് അത്. ഞാൻ ഈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ക്രമേണ നമ്മൾ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പെട്ടെന്ന് ഇത് പറഞ്ഞു പോകുന്നത്. ഡോക്ടർ മേരി ഡൊറോത്തി, ടീച്ചർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി. അത് കോളേജുകളിലും പ്രിൻസിപ്പൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് വഴുതക്കാട്, അവിടുത്തെ പ്രിൻസിപ്പലായിട്ടാണ് ടീച്ചർ റിട്ടയർ ചെയ്തത്. അതുപോലെ തന്നെ ഇക്കണോമിക്സിന്റെ ഹെഡ് ഡോക്ടർ വി സുരേന്ദ്രൻ നായർ, സാറും ഗവൺമെന്റ് കോളേജ് PG ക്ലാസ്സുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് വർഷങ്ങളോളം കൈകാര്യം ചെയ്ത ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത വി സുരേന്ദ്രൻ സാർ നമ്മളുടെ കോളേജിലെ ഇക്കണോമിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. പ്രൊഫസർ MT ജോസഫ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, മാറിവാനീസ് കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിട്ടയർ ചെയ്തു. ഡോക്ടർ C സ്റ്റീഫൻ, മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, മാറിവാനീസ് കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുപോലെ മിസ്റ്റർ PV മുരുകൻ, സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് നമുക്ക് ജേർണലിസം കോഴ്സ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ് നമ്മുടെ മുരുകൻ സാർ. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് കേരള കൗമുദിയിൽ വർഷങ്ങളോളം സീനിയർ എഡിറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച് ആ വലിയ സേവനം നമ്മുടെ കോളേജിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ജെയിംസ് അലക്സാണ്ടർ സാർ, മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, വർഷങ്ങളോളം മാറിവാനീസ് കോളേജിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രൊഫസർ Y ജോർജ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ്, അദ്ദേഹവും മാറിവാനീസ് കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചു. പ്രൊഫസർ MX ജോർജ് സാറ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, മാറിവാനീസ് കോളേജിൽ നിന്നും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിട്ടയർ ചെയ്തു. അതുപോലെ തന്നെ എബ്രഹാം K ജോൺ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു എഞ്ചിനീയർ. അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സത്യരാജ് സാറ്
കൊല്ലം ഫാത്തിമ കോളേജിന്റെ ഹിസ്റ്ററിയുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ വലിയൊരു സേവനം അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നതാണ്. NSSന്റെ ഒരു ചാർജ് ഒക്കെ പ്രോഗ്രാം ഓഫീസറായിട്ട് വലിയ സേവനം, വലിയ സംഭാവന കോളേജിന് യൂണിവേഴ്സിറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ശിശുപാലൻ സാറ് ഒത്തിരി SN കോളേജ്, കേരളത്തിലെ പല SN കോളേജുകളിലും പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്ത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റായി വലിയ സേവനം മദർ തെരേസ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മിസ്റ്റർ ജോർജ് തോമസ്, അത് നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഓഫീസിന്റെ മേലധികാരി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കേരള സർക്കാരിൽ നിന്നും വലിയ, നിങ്ങളൊക്കെ പ്രിൻസിപ്പലിനെ നിങ്ങൾ കണ്ടു കാണത്തില്ല, പക്ഷെ ജോർജ് തോമസ് സാറിനെ കാണാത്ത ഒരൊറ്റ മാതാപിതാക്കളോ അല്ലെങ്കിൽ കുട്ടികൾക്കോ കോളേജിൽ കടന്നു പോകാനും പറ്റില്ല. നിങ്ങളുമായിട്ട് വളരെ സൗഹൃദത്തിൽ സംസാരിച്ച ആ വലിയ വ്യക്തിത്വമാണ് ജോർജ് സാറ്. സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പുള്ളി ഗവൺമെന്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിട്ട് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആ മേഖലയിൽ കൃത്യർഹമായ സേവനം അനുഷ്ഠിച്ച സാറാണ്. അതേ രീതിയിൽ തന്നെ നമ്മളുടെ ചീഫ് അക്കൗണ്ടന്റ് സിസ്റ്റർ സിസ്റ്ററിനെ നിങ്ങൾ കണ്ടാണ്. സിസ്റ്ററിനെ കാണാതെ കർത്താനിക്കില്ല, ക്യാബിനിൽ ഇരുന്ന സിസ്റ്റർ ചീഫ് അക്കൗണ്ടന്റ് ആണ്. ഇത് മാത്രമല്ല, കോളേജിന് വളരെ നിശബ്ദ സേവനം ചെയ്യുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഞാൻ മനസ്സിലോർക്കുന്നു. നിങ്ങൾ കോളേജിൽ വരുമ്പം അവരെയെല്ലാം മനസ്സിലാക്കാൻ അതിനൊരു അവസരമുണ്ടാവും എന്ന് ഞാൻ അതുപോലെ തന്നെ നമ്മളുടെ മറ്റു കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളതെന്ന് പറയുന്നത്, നല്ല റിസൾട്ട് കോളേജിനെ സംബന്ധിച്ച് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അതൊക്കെ എന്ന് പറയുന്ന ടീച്ചേഴ്സിന്റെ വലിയ സംഭാവനയായിട്ട് ഒരു റിഫ്ലക്ഷനായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ ഈ ഹെഡ്സിന്റെ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ അവിടുത്തെ നമ്മുടെ ആ ടീച്ചേഴ്സ് അത് പ്രായത്തിലെ ചെറുപ്പമാണെന്നുള്ളതേ ഉള്ളൂ. പഠിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം വളരെ ഒത്തിരി മിടുക്കരാണെന്നുള്ളതാണ്. അവരെല്ലാം നമുക്ക് ക്രമേണ പരിചയപ്പെടാം. പിന്നെ കോളേജിന്റെ റിസൾട്ടിനെ സംബന്ധിച്ച് നല്ല റിസൾട്ട് കോളേജിന് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ. 2018 നമ്മൾക്ക് 3 റാങ്ക്, 2019 നമ്മൾക്ക് 4 റാങ്ക്, ഈ കഴിഞ്ഞ 2020 നമുക്ക് 3 റാങ്ക് കിട്ടിയുള്ളൂ. 4 അതിന് മേളിലും പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ കുട്ടികളെല്ലാം റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇച്ചിരി സമയമെടുക്കും. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ റാങ്കിന്റെ ഒരു പൊലിമ മാത്രമല്ല, പാസ് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹൈ മാർക്ക് കിട്ടുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ മത്സരബുദ്ധിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ PG നമ്മൾ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മിക്ക കുട്ടികൾക്കും ഈ PGക്ക് മാരിവാൻസിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50% കുട്ടികൾ മദർ തെരേസയിൽ നിന്നാണ്, മോർ ദാൻ 50%. അതുപോലെ പല ലീഡിങ് കോളേജസിലും നമ്മളുടെ കുട്ടികളാണ് മെറിറ്റിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതൊക്കെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം we are prompted to go for NAC. അങ്ങനെ ഒരു പ്രത്യേകം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജിന് ഒരു വിലയിരുത്തലിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനകത്തൊരു ഭയമില്ല. കാരണം അതൊരു റിസ്ക് ആണ്. ഒരു കോളേജും പോകാത്ത ഒരവസ്ഥയാണ്. ഈ NAC എന്ന് പറയുന്ന നാഷണൽ അക്രഡിറ്റേഷൻ, UGCയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വലിയ സംവിധാനമാണ്. കാരണം നമ്മുടെ മാർവിയാനിസ് കോളേജൊക്കെ A+ നിൽക്കുകയാണ്. അപ്പം പല കോളേജുകളും ഈ NAC അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ പോകില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കോൺഫിഡൻസ്. കാരണം നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ചെയ്യണം, earlier the better. അതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇപ്പോഴുള്ള ടീച്ചേഴ്സ് നഷ്ടപ്പെടുക എന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ യൂണിവേഴ്സിറ്റി പറയുകയാണ് എത്രയും പെട്ടെന്ന് 60 കഴിഞ്ഞവരൊക്കെ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിന് നഷ്ടപ്പെടും. പക്ഷെ അവരുടെ ഒരു പ്രൊഫൈൽ നമുക്ക് പ്രയോജനപ്പെടുത്തുക, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആ റിസൾട്ട്, കുട്ടികളാണ് നമ്മളുടെ മെസ്സഞ്ചേഴ്സ്, അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ കോളേജിൽ ഇപ്പൊ ഈ വർഷത്തെ അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു വലിയ സ്വാധീനത്തായിരുന്നു എന്നുള്ളത്. ഈ NAC അക്രഡിറ്റേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം നടക്കുമ്പം ഞങ്ങൾ രക്ഷാധികാരിയെ, പേട്രൺ
യൗസേബിയസ് പിതാവ് ഒരു വാക്ക് പൊതുസമൂഹത്തിന് കൊടുത്തിരുന്നു. നാക്കിന് നമ്മൾ പോവുകയാണ്, അപ്ലൈ ചെയ്യുകയാണ്. അതെന്ന് പറയുന്നത് ഇപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അംഗീകാരമുള്ള ഒരു കോളേജിൽ, അതും നാക്കിന്റെ അംഗീകാരമുള്ള ഒരു കോളേജിൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ആ നിലയിൽ നമ്മൾ ആ ഒരു തലത്തിലേക്ക് കോളേജിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു വലിയ പ്രവർത്തനം നമുക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഒരു 24 hours ആണ് ടീച്ചേഴ്സ് സ്റ്റാഫ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വളരെ സന്തോഷത്തോട് ഞാൻ ഓർക്കുകയാണ്. അതിന്റെ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഗോകുൽ സാറിനെ പരിചയപ്പെട്ട് കാണും. ഈ കോമ്പയർ ചെയ്യുന്നതാണ് ഗോകുൽ സാർ എന്ന് പറഞ്ഞ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. അദ്ദേഹമാണ് ഈ നാക് IQAC എന്ന് പറയുന്ന ഒരു മേഖല ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ടീമും പ്രത്യേകം എല്ലാ ടീച്ചേഴ്സും ഇതിനകത്ത് പങ്കുചേരുന്നുണ്ട്. ഈ ടീച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ രാത്രി വൈകി ഒരു പല മീറ്റിങ്ങുകൾ കൂടി അങ്ങനെ വലിയൊരു കമ്മിറ്റ്മെന്റ് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിൽ വലിയൊരു നേട്ടമായിട്ട് നമ്മൾ മുൻകൂട്ടി കാണുകയും ചെയ്യുക. പിന്നീട് വളരെ ചുരുക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗോകുൽ സാർ, ഇനി എന്ത് സമയം എനിക്ക് വാനക്കും? You may continue, sir. Please. You have time. Yes. No time limit. Can I take 5 minutes? 5 minutes? Definitely. Thank you very much. നമ്മുടെ അടുത്തൊരു മേഖല എന്ന് പറയുന്നത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പഠനത്തില് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കുട്ടികളെ സംബന്ധിച്ച് ഈവൻ നമ്മളത് രഹസ്യമായിട്ട് വെച്ചിരുന്നാൽ മതി, പുറത്ത് പറയരുത്. കാരണം ഈവൻ പ്രോട്ടോകോൾ ലംഘിച്ച് പോലും കുട്ടികൾ അവിടെ വന്ന് ഈ ക്ലാസ് അല്ലത് പ്രാക്ടിക്കലൊക്കെ, കാരണം യൂണിവേഴ്സിറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞ് പ്രാക്ടിക്കണം, പക്ഷെ അവിടെ നമ്മൾ മോഡൽ പ്രാക്ടിക്കൽ വരെ നടത്തിയിട്ടാണ് കുട്ടികളെ തയ്യാറാക്കിയിട്ടാണ് വിടുന്നത്. ടീച്ചേഴ്സിനാണ് ഭയങ്കര നിർബന്ധം. അപ്പം നമ്മൾ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടൊന്നുമില്ല, പേരൻസിന്റെ പ്രത്യേക റിക്വസ്റ്റ് വാങ്ങി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ വകുപ്പിലൊക്കെ പെർമിഷൻ വാങ്ങിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്ലാസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. വളരെ മാതൃകാപരമായിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള G-Suite സംവിധാനത്തിലൊക്കെ വളരെ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് നടുതലെ അച്ഛന്റെ ഒക്കെ ഒരു നേതൃത്വത്തില് അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തില് നല്ല ക്ലിയർ പ്ലാറ്റ്ഫോമിൽ നമ്മളത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. ഞാനൊരു അതിശയോക്തിയിൽ പറയുകയല്ല, ടീച്ചേഴ്സിന്റെ ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാനേജ് ചെയ്യാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. ആ മാനേജ് ചെയ്യാൻ ഒക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഈ കെമിസ്ട്രി അതുപോലെ തന്നെ സയൻസ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള 36 കുട്ടികളാണ് കെമിസ്ട്രിയിൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള, അതുപോലെ തന്നെ ആർട്സിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഇതിനകത്ത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് 90-100 പിള്ളേരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും കോളേജുകളുടെ റെപ്രസെന്റേഷൻ അതിനകത്ത് ഉണ്ടെന്നുള്ള ഇവരെ മാനേജ് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അത്ര വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ക്ലാസ് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾഡായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതിന് മാനേജ്മെന്റിന് അതുപോലെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പഠനത്തിൽ നമ്മളൊരു ഫോളോ അപ്പ് ആക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു ഇന്റേണൽ എക്സാം നടത്തണമെന്നുള്ളതാണ്. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇന്റേണൽ എക്സാം, ഒരു മോഡൽ എക്സാമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേക ചില ലിമിറ്റേഷൻസ് കൊണ്ട് നമുക്ക് ഇന്റേണൽ മാത്രമേ അതും നമ്മൾ നടത്തി കഴിഞ്ഞു. ഓൺലൈനിൽ നമ്മൾ പരീക്ഷ നടത്തി എല്ലാം പെർഫെക്റ്റ് ആയി കുട്ടികളെ തയ്യാറെടുത്ത് നടത്ത പരീക്ഷ 23-ാം തീയതി കുട്ടികൾക്ക് പരീക്ഷ യൂണിവേഴ്സിറ്റി പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക. ഇന്നാണ് യൂണിവേഴ്സിറ്റി ക്ലാസ് തുടങ്ങാൻ പറഞ്ഞേക്കുന്നത്, November 16 ഇന്നത്തെ ദിവസം. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഇന്ന് മുതൽ വർക്കിംഗ് ഡേ ആണ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവരൊരു ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരീക്ഷ നടക്കും. ക്ലാസ് നടക്കുമെന്നുള്ളവർ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ പരീക്ഷ കൃത്യമായിരിക്കും. അതുകൊണ്ട് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അക്കാര്യത്തിലൊക്കെ നമ്മളെല്ലാം സപ്പോർട്ട് നൽകുന്നതായിരിക്കും. സാധ്യമാണ് നമുക്ക് ഫിസിക്കൽ പ്രസൻസിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡൽ ഒരു പരീക്ഷ മാത്രമേ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളൂ. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. പിന്നെ കുട്ടികൾക്കെല്ലാം പ്രോഗ്രസ് റിപ്പോർട്ട്, അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ഹൗസ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിന് നമ്മൾ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്യും. അന്ന് കുട്ടികൾ മറ്റ് പേരൻസ് പ്രോഗ്രസ് റിപ്പോർട്ട് നേരിട്ട് അധ്യാപകരിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കോളേജിൽ വരികയും അത് അന്ന് നമ്മൾ ഇവരുടെ പഠന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഓപ്പൺ ഹൗസ്
പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകും. പിന്നെ ഫെസിലിറ്റീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോളേജിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി എന്ന് പറഞ്ഞ് മിസ്റ്റർ അലക്സ് ആണ് അത് ഡീൽ ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു തൻകാര്യത്തിൽ നമ്മൾ ചെയ്യുകയല്ല. നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിലെ പല കുട്ടികളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈബ്രറിയിൽ ഒത്തിരി മെറ്റീരിയൽസ് മറ്റു കുട്ടികൾക്കും ലഭ്യമാകുന്ന രീതിയിൽ അതിനകത്ത് നമ്മളൊരു തൻകാര്യം എടുത്തിട്ടില്ല. ഇത് മദർ തെരേസ കോളേജാണ്. മദർ തെരേസയുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളും ഒരു പരിധി വരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ രീതിയിൽ പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതർ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു മേഖല കടന്ന് നമ്മൾ ഈ മറ്റ് ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു NSS യൂണിറ്റ് അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലുള്ള ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോട് ചെയ്യുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഹിസ്റ്ററിയുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സത്യരാജ് സാറിന്റെ നേതൃത്വത്തിൽ വളരെ വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു NSS യൂണിറ്റ്. NSSനെ സംബന്ധിച്ച് സാറ് സംസാരിക്കും. എനിക്ക് അവിടെ എടുത്തു പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, സാറ് വലിയൊരു അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. വലിയ സ്വാധീനമുണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ. ആ സ്വാധീനത്തിന് നമുക്ക് വർഷങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് നമുക്കൊരു യൂണിറ്റ് കിട്ടിയത്. ഞാനത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പല കോളേജുകളിലും NSS യൂണിറ്റിന്റെ ഒരു ബെനഫിറ്റിനെ സംബന്ധിച്ച് സാർ സംസാരിക്കും. അപ്പൊ അത് നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് പ്ലസ് പോയിന്റ്സ്. ആ ഒരു മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാറിന്റെ വലിയ ഒരു സേവനത്തിന്റെ അംഗീകാരമായിട്ട് കേരള യൂണിവേഴ്സിറ്റി നമുക്ക് ഈ വർഷം ഒരു പുതിയ ബാച്ച് കൂടി അനുവദിച്ചിരിക്കുകയാണ്. സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ പല കോളേജുകളിലും പ്രവർത്തനരഹിതമായതുകൊണ്ട് യൂണിറ്റ് നമുക്കൊരു യൂണിറ്റ് കൂടെ കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു കോളേജിൽ ഒരു യൂണിറ്റ് ഇല്ലാതെ പോയി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ഫിക്സഡ് കോട്ട ഉണ്ട്. ആ കോട്ടയ്ക്ക് മാത്രമേ അതിനപ്പുറം കൊടുക്കില്ല. അത് നമ്മുടെ ഒരു വലിയ സന്തോഷമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്ത് പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുട്ടികളുടെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ വി ആർ വെരി പെർട്ടിക്കുലർ. അപ്പൊ ആ ഒരു രീതിയിൽ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഡിസിപ്ലിൻ, ആ ഒരു രീതിയിൽ നമ്മൾ ഏകദേശം ഒരു യൂണിവേഴ്സിറ്റി പറയുന്നതിനപ്പുറം ഏതാണ്ട് ഒരു 18 വ്യത്യസ്തങ്ങളായ ടീച്ചേഴ്സ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പല കമ്മിറ്റീസ്, അത് എല്ലാ രീതിയിലും അവരുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് സാധ്യമാകുന്ന എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കോളേജിനെ സംബന്ധിച്ച് യൂണിഫോം ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡിസിപ്ലിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കും. ടൈമിങ്ങിന്റെ കാര്യം എന്ന് പറയുന്നത്, അത് ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്, നമ്മൾ 9:15 9:30 നമ്മൾ ക്ലാസ് തുടങ്ങുന്നു. 3:50 up to 3:50, 9:30 to 3:50. പക്ഷെ അവിടെ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് 1 hour only 45 minutes. അതാണ് നമ്മളൊരു 3:30 പകരം 3:15 വരെ കൊടുക്കുന്നത്. only 45 minutes ലഞ്ച് ബ്രേക്ക്. അപ്പൊ നമുക്ക് 5 പീരീഡ് ആണുള്ളത്. രാവിലെ 3 പീരീഡ്, ഉച്ച കഴിഞ്ഞ് 2 പീരീഡ്. ഇതൊക്കെ നമ്മൾ ഒരു ഫിസിക്കൽ പ്രസൻസിലേ സാധ്യമാവുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ജോർജ് സാർ അത് സംസാരിക്കാവുന്നതായിരുന്നു. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചത്, നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാറിനെ സംബന്ധിച്ച് ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. അഡ്മിഷൻ നടക്കുകയാണ്. യു ജി അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്ലാസ് തുടങ്ങി. സാറ് പറഞ്ഞ ഒരു ക്രമീകരണം അനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കാനുള്ളവരെല്ലാം കൃത്യമായിട്ട് സാറിനെ ഏൽപ്പിക്കുക. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി. അത് നമ്മൾ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ ആദ്യം മെട്രിക്കുലേഷൻ രജിസ്ട്രേഷൻ നടത്തുന്ന കോളേജ് മദർ തെരേസയാണ് വർഷങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നു സാറിന് അതിനകത്തൊരു നിർബന്ധമുണ്ട്, ഫസ്റ്റ് നഷ്ടപ്പെടാതെ ഈ വർഷവും ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു വർക്കാണ്. അത് പിന്നെ സാറ് അത് ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. സാറിന്റെ ടീമുമാണ് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്രമീകരണം അനുസരിച്ച് ഉദ്ദേശിക്കുന്നത്, ഓരോ ക്ലാസ്സിനെ നമ്മൾ ഓഫ്ലൈനിൽ കോളേജിൽ വരുത്തി നിങ്ങൾ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഡോക്യുമെന്റ്സും കൊടുക്കണം. നിങ്ങളെ അത് അറിയിക്കും. കൃത്യമായിട്ട് പ്രതികരിച്ച് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാം. പറയുന്ന അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതിന്റെ ക്രമീകരണം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ ക്ലാസ് ബ്രേക്ക് ഇല്ലാതെ പോവുകയാണ്. നമ്മൾ ബുധനാഴ്ച മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അതിന്റെ പ്ലാറ്റ്ഫോമിനെയൊക്കെ സംബന്ധിച്ച് മനോജ് സാർ സംസാരിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അതിന്റെ വർക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ സാറ് സംസാരിക്കും. അതോടൊപ്പം തന്നെ
ഞാൻ പറഞ്ഞത് നമുക്ക് ഒത്തിരി കമ്മിറ്റി 18 കമ്മിറ്റികളോളം ഇവിടെ വരും. നമുക്ക് കോളേജിന്റെ യൂണിഫോം ഉണ്ട്. കോളേജിന്റെ യൂണിഫോം ഒക്കെ പിന്നീട് നമുക്കത് സംസാരിക്കാം. പിന്നീടുള്ള വിഷയം എന്ന് പറയുന്നത് നമുക്ക് സെമസ്റ്റർ സിസ്റ്റമാണ്. പിന്നെ വർഷത്തിൽ 2 സെമസ്റ്റർ, 6 മാസം വരുന്ന ഓരോരോ സെമസ്റ്റർ. അങ്ങനെ ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ, മൊത്തം കൂടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6 സെമസ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത്യാവശ്യത്തിന്. ഇനി ഇതിനകത്ത് വിട്ടുപോയ കാര്യങ്ങൾ തുടർന്ന് വരുന്ന ഗോൽ സാർ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് അത് സംസാരിക്കുന്നതായിരിക്കും. ഗോൽ സാർ എന്തെങ്കിലും മറ്റു വിഷയങ്ങൾ? ഇല്ല സാർ, ഇല്ല, നിലവിലില്ല. അപ്പൊ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. കുട്ടികളോട് ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജോർജ് സാർ തോന്നുന്നു അടുത്തത്. ഒരു കാര്യം കൂടെ എനിക്കൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളൊരു സങ്കടകാലം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കരുതലും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇത് പ്രത്യേകം സ്നേഹത്തിന്റെ വലിയൊരു മാതാപിതാക്കൾക്ക് നൽകണമെന്നുള്ളത്. അതേ സ്ഥാനത്ത് നമ്മളൊരു പൊതു തത്വമായിട്ട് മനസ്സിലാക്കുന്നത്, നമ്മളുടെ ബാല്യത്തിൽ നമ്മൾക്ക് വളരെ സൗജന്യമായിട്ട് സ്നേഹം ലഭിക്കുന്നു. യൗവനത്തിൽ നമ്മൾക്ക് അധ്വാനിച്ച് നമ്മൾ സ്നേഹം നേടുന്നു. ഇനി ഒരു പ്രായമുള്ളവരെ സംബന്ധിച്ച്, വാർദ്ധക്യത്തിൽ വരുന്നവരെ സംബന്ധിച്ച് അവർ യാചിക്കുന്ന ഒരവസ്ഥയാണ് സ്നേഹത്തിന് വേണ്ടി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മാതാപിതാക്കളാണ് നമ്മൾക്ക് തന്നെ, അവർക്ക് ആകെ ഒരു പ്രതീക്ഷ, ഒരു ജന്മം മൊത്തം നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന അത്രയും സ്നേഹം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നൽകാൻ, പ്രത്യേകിച്ച് മദർ തെരേസ കോളേജിന്റെ ഭാഗമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കൃത്യമായി നൽകണം എന്ന ഒരു വലിയ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് എല്ലാ മാതാപിതാക്കളും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് നല്ല ബന്ധത്തില്, വലിയ സ്നേഹബന്ധത്തില്, ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തണലിൽ നമ്മൾക്ക് ഒന്നിച്ച് മുന്നേറാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി കോളേജിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Gokul sir, one announcement. All students are requested to refrain from putting up any comments on the live streaming chat box. I repeat, all students are requested to refrain from putting up any comments on the live streaming chat box. All those who are unable to enter the Google Meet, please enter this welcome ceremony via the YouTube link for live streaming. We have technical limitations of Google Meet wherein only 100 participants can enter. So all are requested to understand the situation and please join in via live streaming. Thank you. യെസ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആയിരുന്നു തൊട്ട് മുൻപ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളും അവതരിപ്പിച്ച വസ്തുതകളും വളരെ ചെറുതാണ്. അത് ചെറുതെന്ന് പറയാൻ കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ ഇത്രയും സമയം ഇന്റർനെറ്റ് ഉപയോഗിച്ച് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ അമൂല്യമായ സമയം, ആ സമയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പലതും ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്, മദർ തെരേസ കുടുംബത്തെ കുറിച്ചുള്ളത്. അതിന്റെ വിശദമായിട്ടുള്ള ഒരു അവതരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ടുണ്ടാകുന്ന ഒരു വലിയ ചടങ്ങിൽ ഈ കുട്ടികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട്, അവരുടെ അച്ഛനമ്മമാരെ ഇതുപോലെ തന്നെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് വിശിഷ്ടമായ ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പ്രിൻസിപ്പലിന്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി, കോവിഡ് പശ്ചാത്തലത്തിൽ മദർ തെരേസ കോളേജ് വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഓൺലൈൻ കേന്ദ്രീകൃത ക്ലാസ്സുകളും അതിന്റെ നടത്തിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ കുട്ടികൾക്ക് നൽകുന്നതിനായിട്ട് മദർ തെരേസ കോളേജ് കമ്പ്യൂട്ടർ വകുപ്പ് തലവൻ ശ്രീ എബ്രഹാം കെ ജോൺ സാറിനെ ക്ഷണിക്കുന്നു.
ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കേതിക തടസ്സമുണ്ട്. സാറിന് മീറ്റിംഗിലേക്ക് കണക്ട് ആകാൻ. അദ്ദേഹം തിരിച്ചെത്തുന്നതിന് മുൻപായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിനായിട്ട് NSS പ്രോഗ്രാം ഓഫീസറും ഹിസ്റ്ററി വകുപ്പ് അധ്യക്ഷനുമായ ഡോക്ടർ സത്യരാജ് സാറിനെ ക്ഷണിക്കുന്നു. നമുക്കിത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം സാർ. ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, HODമാരെ, അധ്യാപകരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. NSSന്റെ എല്ലാ കൂട്ടായ്മകളിലും പ്രയോഗിക്കുന്ന അതേ അഭിസംബോധനയുടെ നമുക്ക് തുടങ്ങാം. മനസ്സ് നന്നാവട്ടെ. പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ 2018 നമ്മുടെ കലാലയത്തിൽ ഒരു NSS യൂണിറ്റ് അനുവദിക്കപ്പെടുന്നത്. നാളിതുവരെയായി വളരെ ശ്രദ്ധേയവും പുതുമയാർന്നതുമായ നിരവധി കർമ്മ പരിപാടികൾ നടപ്പിലാക്കുവാൻ NSSന്റെ വിദ്യാർത്ഥികൾക്കും പ്രോഗ്രാം ഓഫീസർമാർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ. അതിന്റെ അംഗീകാരം എന്നോളം തന്നെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ വർഷം ഒരു പുതിയ യൂണിറ്റ് കൂടി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. NSS സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് റെഗുലർ ആക്ടിവിറ്റീസ്, മറ്റൊന്ന് സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം. എന്താണ് റെഗുലർ ആക്ടിവിറ്റീസ്? കൃഷി, ബോധവൽക്കരണ ക്ലാസുകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, വൃദ്ധസദനം, അനാഥാലയങ്ങൾ എന്നിവയുടെ സന്ദർശനം, രക്തദാനം, ഗ്രാമ വികസനം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട റെഗുലർ ആക്ടിവിറ്റീസ്. ഇതുകൂടാതെ തന്നെ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ്, നാഷണലുള്ള ക്യാമ്പിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ഇത് സാധാരണ നടക്കുന്നത് കലാലയത്തില് ശനിയാഴ്ച ദിവസങ്ങളിലും മറ്റു അവധി ദിവസങ്ങളിലുമാണ്. ഒരു തരത്തിലും റെഗുലർ ക്ലാസ്സുകളെ ബാധിക്കുന്ന രീതിയിലല്ല ഈ പരിപാടിയാണ് നടത്തുന്നത്. എന്നാൽ ഈ കോവിഡ് കാലം സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ഇത്തരം പ്രോഗ്രാംസ് എല്ലാം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്ന വെർച്വൽ പ്ലാറ്റ്ഫോം പോലെ, അതായത് ഗൂഗിൾ പ്ലാറ്റ്ഫോമിലായിരിക്കും നടത്തുക. ശ്രദ്ധേയം എടുത്തു പറയട്ടെ, ഇത് ഒരിക്കലും നമ്മുടെ റെഗുലർ പഠനത്തെ ബാധിക്കാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. രണ്ടാമതായി സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമാണ്. അതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. എല്ലാ വർഷവും ഡിസംബർ അവധിക്കാണ് ഈ ക്യാമ്പ് നടക്കുക. എന്നാൽ ഇത്തവണ ഡിസംബറിൽ നടക്കുമോ എന്നറിയില്ല. എന്തായാലും ക്യാമ്പ് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പ്രോഗ്രാം ഓഫീസർമാരുണ്ട്, ഞാനുണ്ട്, വേദിയിലായിരിക്കുന്ന ദിവ്യ റാണി ടീച്ചറുണ്ട്, ഹിന്ദി അധ്യാപികയാണ്. അപ്പൊ ഈ സ്പെഷ്യൽ ക്യാമ്പിംഗ് എന്ന് പറയുന്നത് കോളേജിന് പുറത്ത് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലോ 7 ദിവസം താമസിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ NSS സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ക്യാമ്പ് വളരെ നല്ല രീതിയിലായിരിക്കും ക്രമീകരിക്കുക. അതിന്റെ മേൽനോട്ടത്തിനായിട്ട് പ്രോഗ്രാം ഓഫീസർമാരുണ്ടായിരിക്കും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ദിവ്യറാണി ടീച്ചറും നമ്മുടെ കോളേജിന്റെ സമീപത്തുള്ള കന്യാസ്ത്രീമഠത്തിലെ സഹോദരി സിസ്റ്റേഴ്സും അതുപോലെ മറ്റ് നമ്മുടെ കോളേജിലെ വനിതാ സ്റ്റാഫുകളെല്ലാം അവരുടെ സംരക്ഷണയ്ക്കുണ്ടായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ആകുലതയ്ക്കും സാധ്യതയില്ല. ടോട്ടൽ നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ് അലോട്ട് ചെയ്തിരിക്കുന്നത് 100 പേരാണ്. അതിൽ കുറച്ച് ഒഴിവുകൾ, കഴിഞ്ഞ വർഷം ഒത്തിരി പേർ NSS ചേരാൻ വന്നവർക്ക് അവസരം ലഭിക്കാത്തതുകൊണ്ട് സീനിയർ സ്റ്റുഡൻസിന് നൽകിയിരിക്കുകയാണ്. പല രീതിയിലും ഒത്തിരി അപേക്ഷകൾ ഇപ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകളെല്ലാം പരിശോധിച്ച് നിരവധി പ്രോഗ്രാം സംഘടിപ്പിച്ച് അവരുടെ പങ്കാളിത്തവും അവരുടെ ഹാജരും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായ NSSന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് അതുകൊണ്ട് പ്രയോജനം? നമുക്കറിയാം, നമ്മുടെ സാധാരണ ക്ലാസ് റൂമിലെ പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്ലാസ്സിലിരിക്കുക, പഠിക്കുക, പോവുക. അതിനപ്പുറം മറ്റു തരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള എന്താ പറയാ അവസരങ്ങളില്ല. എന്നാൽ എൻ എസ് സംബന്ധിച്ചിടത്തോളം നിരവധി ബോധവൽക്കരണ ക്ലാസ്സുകൾ, നിരവധി പ്രവർത്തനം, ഇതിലൂടെ അവരുടെ വ്യക്തിത്വ വികസനം. കലാലയം വിട്ട് പുറത്തു പോകുമ്പോഴേക്കും ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന NSS ആയിരിക്കും. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ്, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള കഴിവ്. ഒട്ടും കഴിവില്ലാതെ വരുന്നവർ പോലും ഏറ്റവും മിടുക്കന്മാരാക്കി മാറ്റുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ്, പ്രവർത്തന പ്രക്രിയയാണ് NSS നടക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളായ എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. വളരെയധികം ബലഹീനരായിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വേദിയാണ് NSS എന്ന് പറയുന്നത്. മറ്റൊന്ന്, കോളേജിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി തന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴേക്കും 40 മണിക്കൂർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിരിക്കും. NSSൽ ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്ലബിലും ചേരേണ്ട ആവശ്യമില്ല, ഇത് മതി. ഇതിനുപരിയായി NSSന്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 2% മാർക്കിന്റെ ഗ്രേസ് മാർക്ക് ഉണ്ടാവും. ഈ ഗ്രേസ് മാർക്ക് കൊണ്ട് 26-28ഓളം മാർക്ക് വരെ അവരുടെ 4ാമത്തെ സെമസ്റ്ററിന്റെ അവസാനമോ 2ാം വർഷം ചേരുന്നവർക്ക് 6ാമത്തെ സെമസ്റ്ററിന്റെ അവസാനമോ 5ാമത്തെ സെമസ്റ്ററോ അല്ലെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആദ്യ വർഷം ചേരുന്ന സംബന്ധിച്ചിടത്തോളം 3ാമത്തെയും 4ാമത്തെയും സെമസ്റ്ററിൽ, എന്നാൽ 2ാം വർഷം ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5ാമത്തെയോ 6ാമത്തെ സെമസ്റ്ററിൽ അവർക്ക് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അവരുടെ ഓപ്ഷൻ അനുസരിച്ച് അവർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം അറിയിക്കുകയാണ്. ചുരുക്കത്തിൽ 26-28ഓളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഈ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമായിട്ട് NSSൽ വരരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ള കാര്യം. കാരണം അവരുടെ സർവ്വവിധമായ വ്യക്തിത്വ വികസനത്തിനുള്ള ഒരുപാട് കർമ്മ പരിപാടികളുണ്ട്. ഇതിൽ എല്ലാത്തിനും കൂടെ ചേരുകയും അതിനോടൊപ്പം അതിന്റെ ഒരു ഔട്ട്പുട്ടായി, അതിന്റെ തുടർച്ചയായി നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർ NSSൽ ചേരാം. ഏറെ താമസിയാതെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലും അറിയിക്കാം. ആ ഗ്രൂപ്പിൽ പറയുന്ന വിവരമനുസരിച്ച് നിങ്ങൾ അപേക്ഷ നൽകുക. എല്ലാ നന്മകളും ആശംസിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. Thank you so much, Dr. Sathiraj sir. Thank you very much. നമ്മളെ തൊട്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കോവിഡ് പശ്ചാത്തലത്തിൽ മദർ തെരേസ കോളേജ് വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഓൺലൈൻ കേന്ദ്രീകൃത ക്ലാസ്സുകളെയും അതിന്റെ നടത്തിപ്പിനെയും വിശദാംശങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതിനായിട്ട്, കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൂടി നൽകുന്നതിനായിട്ട് മദർ തെരേസ കോളേജ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് തലവൻ ശ്രീ എബ്രഹാം കെ ജോൺ സാറിനെ ക്ഷണിക്കുന്നു. At the outset, I'm very sorry for the technical problem that had forced me to go out. I again start. Respected principal, Dr. K.M. Francis, respected heads of the various departments of Mother Teresa College, respected faculty members of Mother Teresa College, dear parents and my dear students. To the new incoming S1 students and their parents, a warm and hearty welcome again to this great family that you are joining today. It's called the Mother Teresa family. You will all agree that the first day in the college is a very special and a memorable day for every newcomer. However, the COVID-19 virus and the resultant pandemic has totally changed that situation. It has turned everything in life upside down. It has taught us to look at life, to look at everything in a new perspective. It has taught us not to take anything for granted in life. However, technology and telecom have together come in to help make it possible for each one of us to greet each other, meet each other, though it is on a virtual platform. So nowadays, going virtual seems to be the trend. The year 2020 is a year each and every one of us in this world would like to forget. 2020 has been a watershed moment that has transformed higher education. This year, universities have leapfrogged into a future of learning, making online learning the very core
of a student's learning experience. Necessity has undoubtedly been the mother of innovation in 2020. As we see all colleges, all universities experimenting with new approaches and new instructional models online, delivering highly valuable and highly creative learning experiences. It is because of this, all of us are here today on this, the 16th day of November 2020, sitting in front of our desktops, in front of our laptops, in front of our smartphones across the various areas in and around Trivandrum city. And we are getting together to virtually embrace this wonderful family as our own from this day going forward. As the principal has already informed, from day after tomorrow, that is November 18th, for the very first time, Mother Teresa College's new academic session for the S1 students will begin online. Everybody prefers to have a physical on-campus study, but with no on-campus study, it is a heartbreaking experience for the newcomers. While the academicians, the teachers, are working very hard to find ways to deal with teaching online. It is important for every one of us to keep in mind that technology is merely a learning medium. It can only be a bridge. It can never be a destination. Computers may help the students learn, but it cannot make the students learn. If learning is the heart of the world of education, even in its digital form, the teacher is its life blood. In fact, the teacher, not the technology, is the key to the future. Without good teachers, we have no future. At Mother Teresa College, we have an excellent team of teachers who are, in fact, a great lifeline for Mother Teresa College academically. Basically, each and every member of the teaching faculty at Mother Teresa College has been and still are an integral part of each and every success story that Mother Teresa College has bagged till this day, ever since the college started in July 2014. Well, I am here to give you a small, short briefing on the current mode of teaching and learning at Mother Teresa College. While everyone loves and prefers the age-old and time-tested model of in-person physical classes within the college campuses, COVID-19 has ensured that virtual education be the trend. The main requirements for any online class or virtual education anywhere is basically you need to have a desktop PC or a laptop. You need to have a proper internet connection or Wi-Fi connectivity. You need to have a camera if you are on a desktop PC or a laptop. While for a mobile, while for a smartphone, you do have your inbuilt cameras, wherein the teacher and the student can see each other and conduct the classes. At MTC, or Mother Teresa College is known as, we follow the learning and teaching method through the G Suite for education tools. As you already will know, yesterday we have sent across official student email IDs to each and every student who has joined this year. Each of you has to log in. Just as you log in into any email, Gmail or Yahoo or anything, just as you log in with the official student email ID given to you. Put in your password that is given to you right now, which is your mobile number. Once you log in, you are activating your account. Once you activate your account, you are supposed to change the password to one of your own choice.
please change the password to one of your own choice. After that, from the 18th onwards, you will have the online classes via G Suite, wherein you enter the G Suite to the Google Classroom. In this Google Classroom, the sessions are conducted online. The teachers and the students can see each other interactively interact with each other. You will be taught, you will be given assignments. These assignments can be submitted online. These will be evaluated online. We also have test papers, which will be on the online mode. In fact, we recently just completed the semester 3 and the semester 5 examinations, internal examinations, online method. Internal examinations are an integral part in any school or any course. So going forward, the teachers will guide you through the processes of entering the Google Classroom in the next class, and from there on, it can be taken forward. I repeat, you need a proper PC, a very proper internet connection or a Wi-Fi connection, and that is the main thing for this thing. Headphone is another requirement so that you can talk to the teacher. Then web camera, if it is a desktop PC, or if it is a laptop or a mobile phone, these come in with built-in cameras. So basically, these are the things that you require for online learning. Once again, a hearty and warm welcome to each and every student at Mother Teresa College. Thank you. Thank you, sir. Thank you so much. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ സ്യൂട്ട് ജി സ്യൂട്ട് സമ്പ്രദായത്തിലൂടെയുള്ള ക്ലാസ്സുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് കമ്പ്യൂട്ടർ വകുപ്പ് മേധാവി കൂടിയായ എബ്രഹാം കെ ജോൺ സാർ വിശദീകരിച്ചത്. വളരെ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ക്ലാസ് സമ്പ്രദായമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല കോളേജുകളും നടത്തി തുടങ്ങുന്നതിന് വളരെ മുൻപേ തന്നെ മദർ തെരേസ കോളേജ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളിന്റെ ജി സ്യൂട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഓരോ കുട്ടികൾക്കും വിദേശ സർവകലാശാലകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഓരോ കുട്ടികൾക്കും ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. അതാണ് സാറിന്റെ നേതൃത്വത്തിലുള്ളവർ നിങ്ങൾക്ക് ഇന്നലെ അയച്ചു തന്നിട്ടുള്ളത്. പലരും ഇന്ന് അതിലായിരിക്കണം കയറിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കോളേജിന്റെ ഒരു ഇമെയിൽ ആയിട്ട് അത് നിലനിൽക്കും. ആ ഇമെയിലും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നിരിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ റീസെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരുക്കുന്ന ക്ലാസ് റൂമുകൾ ഉണ്ടാകും. ആ ക്ലാസ് റൂമുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് നിങ്ങളുടെ പഠനം എങ്ങനെയാണോ നിങ്ങളൊരു ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് അതേപോലെ എന്നുള്ളത് ഞാൻ അടിവരായിട്ട് പറയില്ല. കാരണം ഒരിക്കലും ഞങ്ങൾക്കും നിങ്ങൾക്കും അറിയാം, നമ്മൾ കോളേജിൽ വന്ന് പഠിക്കുന്നതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. കുട്ടികളെ കണ്ടുപഠിപ്പിക്കുന്ന ഒരു ഭംഗി പഠിപ്പിക്കുന്ന ഞങ്ങൾക്കും പഠിക്കുന്ന നിങ്ങൾക്കും ഇല്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് പോലൊരു ഫീൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു മേക്ക് ബിലീഫിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് കഴിഞ്ഞ ബാച്ചുകൾ നമ്മൾ കൈകാര്യം ചെയ്തത്. അത്തരം ക്ലാസ് റൂമുകളിലാണ് നിങ്ങളുടെ ക്ലാസ് നടക്കുന്നത്. ഓരോ വിഷയത്തിലും ഒരു ക്ലാസ് റൂം ഉണ്ടാകും. അതത് അധ്യാപകരുണ്ടാകും. ആ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് അവിടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അതിന് ഡെഡ് ലൈനുകൾ ഉണ്ടാകും. അവിടെ പരീക്ഷകൾ നടക്കും. ഇതാണ് സാറ് വിശദീകരിച്ച ഫോം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നീടും ദൂരീകരിക്കാനുള്ള അവസരം ഉണ്ടാവും. നമ്മൾ വളരെ മുൻകൂട്ടി നിശ്ചയിച്ചൊരു കാര്യമുണ്ട്. 1 മണിക്കൂറിൽ കൂടുതൽ ഈ മീറ്റിംഗ് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളത്. അത് നിയന്ത്രിക്കുക എന്നുള്ളത് കൂടെ ആയിരുന്നു എൻ്റെ ഒരു ദൗത്യം. എന്തായാലും നമ്മുടെ സമയം 11:10 അടുക്കുന്നു. നമ്മൾ തുടങ്ങിയത് 10 മണിക്കായിരുന്നു. അനുവദിച്ചിരിക്കുന്ന 1 മണിക്കൂറിൽ നിന്ന് 10 മിനിറ്റ് മുന്നോട്ട് നിൽക്കുകയാണ് നമ്മൾ. എങ്കിലും ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചുമതലയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ കൂടിയിരിക്കുന്നവരിൽ രക്ഷിതാക്കൾക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ, എല്ലാവരുടെയും സംശയം ഇപ്പൊ ഇവിടെ പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 1-2 സംശയങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കുള്ളൊരു അവസരമായിട്ട് ഒരു 2 മിനിറ്റ് സമയം അനുവദിക്കാം. ദയവ് ചെയ്ത് സമയപരിധി മനസ്സിലാക്കി സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾ ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ ചടങ്ങ് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു 2 മിനിറ്റ് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പ്ലീസ്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് കടക്കാം. സാർ, ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് കയറേണ്ടത്? ഗൗതം, നമ്മളിപ്പോ
യെസ് സാർ കിട്ടിയിട്ടുണ്ട്. യെസ്, ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് അതിന്റെ ഒരു പാസ്വേഡും ഗൗതമിന്റെ കൈവശം ഉണ്ടായിരിക്കണം. ഉണ്ട് സാർ. യെസ്, അത് ഉപയോഗിച്ച് നമ്മുടെ ജിമെയിൽ എങ്ങനെയാണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജി സ്യൂട്ട് മെയിൽ ഉണ്ടല്ലോ അല്ലേ ഗൗതമിന്? അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ സമ്പ്രദായത്തിൽ തന്നെയാണ് ഈ പറയുന്ന ജി സ്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗൗതം അതിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഗൗതമിനെ ഒരു ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ആ ക്ലാസ് പലതരം സബ്ജക്റ്റുകളാണല്ലോ നമ്മൾ ഓരോ ടീച്ചർമാർ വന്നു പോകുന്നത് ഓരോ മണിക്കൂറിലും വന്നു പോകുന്നത് പോലെ ഓരോ ക്ലാസ് റൂമുകളുണ്ടാവും. ആ ക്ലാസ് റൂമുകളിലേക്ക് ഗൗതമിന് കയറി അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, it's as simple as you operating any email. There will be a code. Yes, you will be having a class code. Thank you sir. Thank you. കൂടുതലായി അനീഷ് സാറിനോ മനോജ് സാറിനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ആകാം. അത്രേ ഉള്ളൂ. That's it. അത്രേ ഉള്ളൂ. ഗൗതം ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞോളൂ കൊടുക്കും. ഞാനും അതിനാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒരു രീതിയിൽ നിങ്ങൾ ആരും രക്ഷിതാക്കളും കുട്ടികളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കുള്ള പ്രോപ്പർ ഗൈഡൻസ് 1 by 1 ആയിട്ട് നിങ്ങളുടെ അധ്യാപകരെ കൃത്യമായി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആരെങ്കിലും അത്തരത്തിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൂടി അതിലേക്ക് ചേർക്കുക. സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങനെ അവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ചേർക്കുക. നിങ്ങളുടെ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻസ് ക്ലാസ് ടീച്ചേഴ്സ് നടത്തുന്നതായിരിക്കും. ക്ലിയർ? ഡെയിലി 3 periods 3 hours അത് പറഞ്ഞേക്കും. നമ്മുടെ ഓൺലൈൻ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് ക്ലാസ്സുകൾ ഉണ്ടാകത്തില്ല. ആദ്യത്തെ 3 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സസ്. അതിന്റെ ഒക്കെ ടൈം ടേബിളും അതിന്റെ കാര്യങ്ങളും എല്ലാം ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് അറിയിക്കും. ഒന്നും അറിയിക്കാതെ മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ ഇപ്പൊ ഈ മീറ്റിംഗിന് വിളിച്ച് കൂട്ടിയതുപോലെ തന്നെ കൃത്യമായ ആശയവിനിമയത്തോടുകൂടിയേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും അധ്യാപകരുമായിട്ട് ഏത് സമയവും അത് കൃത്യമായി ക്ലിയർ ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ചോദിക്കാൻ മടിക്കരുത്. നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു വൈമുഖ്യത്തോടു കൂടി ആരെയും സമീപിക്കരുത്. നിങ്ങൾ ഏത് അധ്യാപകനോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായ ക്ലാരിഫിക്കേഷൻസ് കിട്ടും. Any more doubts? നമ്മൾ ഇന്ന് സംസാരിച്ചതുമായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? George sir is busy with the PG admissions. He cannot join. So he has already communicated that, sir. He will not be joining. Thank you. Thank you so much. Yeah, that's it. Yes. If that is the case, I think സമയം 11:15 എടുക്കുന്നു. I am again going back to the principal. With his permission, with his consent, I am going to conclude this program. Francis sir, ഞാൻ point up ചെയ്യുന്നുണ്ട്. Please conclude. Thank you very much. Thank you so much. I'm interested to give the vote of thanks. നന്ദി പ്രകാശിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ആദ്യം നന്ദി പറയേണ്ടത് ഞങ്ങളുടെ അകമഴിഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നവരാണ്, പല മീറ്റിങ്ങുകളും വെബിനാറുകളും അറ്റൻഡ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ഇപ്പോഴും ഇതിന്റെ ടൈറ്റിൽ നോക്കിയാൽ അറിയാം, 99 പേരാണ് അക്കൗണ്ട്. ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു വലിയ അത്ഭുതമാണ്. കാരണം മഴയുണ്ടായിരുന്നു പുറത്ത്, കാലാവസ്ഥ പ്രതികൂലമാണ്, പലയിടത്തും കറണ്ട് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, അധ്യാപകർ പോലും ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിലേക്ക് കയറിപ്പറ്റാനായിട്ട്. ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യം. ഇത് തന്നെയാണ് മദർ തെരേസ കോളേജിന്റെ ആ ഒരു ആമുഖം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. നമ്മള് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പഠനം അല്ലെങ്കിൽ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഏത് വലിയ ഡിഗ്രികൾ എടുത്തിട്ടുള്ളവർ പോലും ചെറിയ പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞ് ആത്മഹത്യകളിലേക്കൊക്കെ പോകുന്ന കഥകളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ അങ്ങനെ ആകില്ല, നമ്മളുടെ സിസ്റ്റം അങ്ങനെ ആകരുത് എന്നുള്ളതാണ്. നമ്മൾ എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും തലയെടുപ്പോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നുള്ളതിന്റെ തെളിവാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിങ്ങൾ അച്ഛനമ്മമാര് ഈ കുട്ടികളെ ഇവിടെ ഒത്തുചേർന്നത്. അകമഴിഞ്ഞ നന്ദിയുണ്ട്. അത് വന്നു എന്ന് മാത്രമല്ല, 1 മണിക്കൂറും 15 മിനിറ്റും ഈ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ച് മാറ്റിവെച്ചു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു തുടർച്ചയായി മാറുമെന്നുള്ളത് ഈ സൂചന മാത്രം മതി. നമുക്കറിയാം, പരിപൂർണ വിശ്വാസമുണ്ട് ഇതൊരു നല്ല തുടക്കവും നല്ലൊരു തുടർച്ചയുമാകുമെന്നുള്ളത്. അതിനുവേണ്ടി മാറ്റിവെച്ച എല്ലാ രക്ഷിതാക്കളുടെ സമയത്തിനും കുട്ടികളുടെ നല്ല മനസ്സിനും അങ്ങേയറ്റത്തെ നന്ദി മദർ തെരേസ കോളേജ് കുടുംബത്തിന്റെ പേരിൽ ഞാൻ ആദ്യം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇനി ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനായി എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ചെറിയ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ തിരക്കുള്ള ഒരു വൈദികൻ കൂടിയാണ്. അതുകൊണ്ടാണ് റെവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് നടുവിള അച്ഛൻ നമ്മുടെ ഈ ചടങ്ങിന് ആശംസ അറിയിക്കാൻ എത്തിച്ചേരാൻ കഴിയാതെ പോയത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അധ്യക്ഷ പദവി അലങ്കരിച്ചു. അദ്ദേഹം ഈ ചടങ്ങിന്റെ മാത്രമല്ല അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിന്റെ തന്നെ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയും
ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഫ്രാൻസിസ് സാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് മാതൃകാപരമായി നമുക്ക് ജീവിതത്തിലും നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലും ഞങ്ങൾ അധ്യാപകരുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പലപ്പോഴായി ഞങ്ങൾ നന്ദി പറയാറുണ്ട്. ഇപ്പോഴും ആ വാക്കുകൾക്കും അദ്ദേഹം അധ്യക്ഷ പദവി അലങ്കരിച്ചതിനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും നേതൃത്വത്തിനുമെല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഈ അവസരം. താങ്ക് യു വെരി മച്ച് സർ. ഓൺലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ച് സംസാരിച്ച എബ്രഹാം കെ ജോൺസ്, അദ്ദേഹം മനോജ് സർ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹം അങ്ങനെ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നു മനോജ് സാറിനും. അതുപോലെ തന്നെ NSSനെ കുറിച്ച് സംസാരിച്ച ഡോക്ടർ സത്യരാജ് സർ, അദ്ദേഹം ഹിസ്റ്ററി വിഭാഗം മേധാവിയാണ്. രണ്ടുപേർക്കും കോളേജിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 3 പേരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നടത്തേണ്ടിയിരുന്ന പരിപാടി ചുരുങ്ങിയ ഒരു മൊബൈലിലേക്കോ ലാപ്ടോപ്പിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കോ ഒതുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വിശാലമാണെന്നുള്ളത്, ആ ഒരു പെയിൻ എടുത്ത്, ആ ഒരു സ്ട്രെയിൻ എടുത്ത് ഈ മണിക്കൂറുകളിൽ ഈ നിമിഷങ്ങളിലൊക്കെ നമ്മുടെ രക്തവും ഊർജവും ഒക്കെ ആയി നിന്ന 3 പേരുണ്ട്. അവരുടെ പേര് അതൊന്ന് മനോജ് സാർ തന്നെയാണ്, എബ്രഹാം കെ ജോൺ സാർ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അനീഷ് സാർ ഉണ്ട്, അത് കൂടാതെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അരുൺ സാർ. ഇവര് 3 പേരും അവരുടെ സാങ്കേതിക പ്രാഗൽഭ്യം തെളിയിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിങ്ങനെ ഒത്തുചേരാൻ കഴിഞ്ഞതും തടസ്സം കൂടാതെ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അവർ 3 പേരെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയും കോളേജിന്റെ പേരിലുള്ള നന്ദി അവർ അറിയിക്കുകയും ചെയ്യുന്നു. ഇനി എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ സഹപ്രവർത്തകർ, അധ്യാപകർ, അനധ്യാപകർ, നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഒത്തുചേർന്നാണ്, നമ്മളെല്ലാവരും ഒത്തുചേർന്നാണ് മുന്നോട്ട് പോകുന്നത്. ഒരുമിച്ചുള്ള യാത്രയാണ്. ആ യാത്രയുടെ തുടക്കത്തിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മദർ തെരേസ കുടുംബാംഗങ്ങളെയും പ്രിൻസിപ്പലിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും നന്ദി പറഞ്ഞ് അറിയിക്കുന്നു. ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതേ ക്ഷമിക്കുക. ഐ തിങ്ക് ഐ ക്യാൻ മൈൻഡ് അപ്പ് ദി സെഷൻ. മറ്റ് വിവരങ്ങളൊന്നും പങ്കുവെക്കാനില്ല എന്ന വിശ്വാസത്തിൽ നല്ല ഒരു തുടക്കമായിരിക്കട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അധ്യാപകരുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്, നിങ്ങൾ എല്ലാവരെയും നേരിൽ കാണണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവർ നിങ്ങളെക്കാൾ കൂടുതൽ ഈ അധ്യാപകരാണ്. ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാം ആഗ്രഹങ്ങൾ ക്യാമ്പസിൽ പഴയതുപോലെ ഒരു അന്തരീക്ഷം, ആ ഊർജം, ആ വെളിച്ചം, ആ പ്രകാശം, ആ ഒരു ആക്റ്റീവ് ഡൈനാമിക് സിറ്റുവേഷൻ തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു വെരി മച്ച് ടു വൺ ആൻഡ് ഓൾ. താങ്ക് യു. എല്ലാവർക്കും മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോള് ലീവ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തു പോകാവുന്നതാണ്. മറ്റു വിശദാംശങ്ങൾ അധ്യാപകര് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അറിയിക്കും. മീറ്റിംഗ് കഴിഞ്ഞാലും തുടരേണ്ടതില്ല. എല്ലാവർക്കും മീറ്റിംഗ് റൂമിൽ നിന്ന് ലീവ് ചെയ്യാവുന്നതാണ്. പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് മീറ്റിംഗ് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാവുന്നതാണ്.